നടക്കില്ല, നമ്മുടെ നാട്ടിൽ ഇത് നടക്കില്ല, നമ്മുടെ നാട്ടിൽ നടക്കില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹരായി നിൽക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെയാണ് കുറച്ചു നാളുകളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ പേരിലോ അതുമായി ബന്ധപ്പെട്ടോ പുതുതലമുറയിലെ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുമ്പോൾ ഒരു ചെറുവിരൽ പോലും അനക്കാനാവാതെ നിസ്സഹരായി നിൽക്കേണ്ടി വരികയാണ് പ്രിയപ്പെട്ട നാട്ടുകാർക്ക്. നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട് നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ പരാതിപ്പെടാനോ പ്രതികരിക്കാനോ തയ്യാറായാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാക്രമണങ്ങളെ ഭയന്ന് നാട്ടുകാർക്ക് നോക്കി നിൽക്കാനേ നിർവാഹമുള്ളൂ. പരാതിപ്പെട്ട സമയങ്ങളിലാകട്ടെ നിയമപാലകർ പിടികൂടും മുമ്പേ പുറത്തിറക്കി കൊണ്ടുവരാനും ധാരാളം പേർ പുറത്തുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. റോഡിലൂടെ സുരക്ഷിതമായ ഒന്ന് യാത്ര ചെയ്യാൻ പോലും നിർവാഹമില്ല. ഏത് നിമിഷവും പാഞ്ഞെത്തുന്ന അവരുടെ വാഹനത്തിൽ നിന്നും സ്വയം രക്ഷ നേടി മാറി നടക്കേണ്ട അവസ്ഥ. കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ നാട്ടിൽ അരങ്ങേറിയ സംഭവവികാസങ്ങൾ നാട്ടുകാരൻ എന്ന നിലയിൽ നാണിപ്പിക്കുന്നതായതുകൊണ്ട് മാത്രം ഇവിടം വിവരിക്കുന്നില്ല. ലഹരിയുടെ പേരിലോ അതുമായി ബന്ധപ്പെട്ടോ പരസ്പരം തമ്മിലടിക്കുന്നത് ആവർത്തിക്കുമ്പോൾ ഒടുക്കം സഹിക്കെട്ടാണ് നാട്ടുകാർ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ കാലങ്ങളായി ഇടപെട്ടുകൊണ്ടിരുന്ന മഹല്ല് സംഘടനാ സംവിധാനങ്ങൾ ഊർജിതമാക്കിയേ മതിയാകും. അതിന്റെ കെട്ടുറപ്പും ഐക്യവും തകർന്നതായിരിക്കാം ഒരുപക്ഷെ ഈ നാടിന്റെ ഈ ശാപത്തിന് കാരണം. ഇത് അവസാനിപ്പിക്കരുത്. നിയമപാലകരുമായി സഹകരിച്ചുകൊണ്ട് ഇതിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. തിരിച്ചുപിടിക്കണം നമ്മുടെ നാടിനെ, തിരിച്ചുപിടിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരെ. തെരുവിൽ തീരേണ്ടതല്ല ഒരു ജീവനും, ലഹരിയിൽ തീരേണ്ടതല്ല ഒരു ജീവനും. ഈ ആരോഗ്യത്തിനും ഈ ശരീരത്തിനും ഒരു കേടുപാടും സംഭവിച്ചില്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.